ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ്. മുത്തു എങ്കര കാട്ടാൻ വെബ് സീരീസ് ആണ്, ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. റൈറ്റർ ഡയറക്ടർ എം മണികണ്ഠൻ വിത്ത് ബി അജിത് കുമാർ, അങ്ങനെ ഒരു ഡ്യുവോ ഡയറക്ഷൻ. 10 എപ്പിസോഡുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും 2 ഡയറക്ടേഴ്സിൻ്റെ ആവശ്യം എന്തായാലും ഉണ്ട്. ചുരുങ്ങിയ വാക്കുകളിൽ പറയുകയാണെങ്കിൽ എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലകയും പൊളിച്ച് അതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുവരെ കണ്ട ഒരു വെബ് സീരീസ്. ഇതിൻ്റെ ഒരു ഹുക്ക് പോയിൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ വൈ എന്ന് ആലോചിക്കുന്ന ഒരു ഫാക്ടറുണ്ട്. അതിനു വേണ്ടിയിട്ട് മാത്രം ഈ 10 എപ്പിസോഡും ലിറ്ററലി ഞാൻ ബിഞ്ച് വാച്ച് ചെയ്തു. ഞാനൊരു വെക്കേഷൻ മോഡിലാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇരുന്ന് മുഴുവൻ കണ്ടു തീർത്തു. ഒരു തലത്തും ഞാൻ ഓട്ടിച്ചില്ല, എവിടെയെങ്കിലും എന്തെങ്കിലും ബ്രില്യൻസോ എന്തെങ്കിലും വിട്ടുപോകുമോ എന്ന അവസാന നിമിഷം വരെയും പ്രതീക്ഷിച്ചു. കാരണം വിജയ് സേതുപതി പ്രൊഡക്ഷൻസ്, ഈ എം മണികണ്ഠൻ എന്ന ഡയറക്ടറിനെ പറ്റി പ്രത്യേകം എടുത്തു പറഞ്ഞേ പറ്റുള്ളൂ. കടസി വ്യവസായി, കാക്കമുട്ടായി, ഈ 2 പടങ്ങൾ ഡയറക്റ്റ് ചെയ്ത വ്യക്തിയാണ് ഈ വെബ് സീരീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയായിരുന്നു എനിക്ക് മൊത്തത്തിലുണ്ടായിരുന്നത്. വിജയ് സേതുപതിയെക്കാളുപരി ഈ 2 പടത്തിൻ്റെ ഡയറക്ടർ എന്ന് പറയുമ്പോൾ വേൾഡ് ക്ലാസ് മൂവി. ലോകത്തെവിടെയും നമുക്ക് ഈ 2 ചിത്രങ്ങളും കൊണ്ടുപോയി പ്രദർശിപ്പിക്കാം. ഇന്ത്യയുടെ, സൗത്ത് ഇന്ത്യയുടെ സോൾ, അല്ലെങ്കിൽ ഒരുപാട് ചർച്ചകൾക്ക് വിധേയമാകുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം എങ്ങനെയാണെന്നോ, അല്ലെങ്കിൽ സന്തോഷം എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്നോ, അങ്ങനെ സീൻ ബൈ സീൻ എടുത്ത് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന 2 സിനിമകൾ എടുത്തൊരു മനുഷ്യൻ്റെ വെബ് സീരീസ്. അതിങ്ങനൊരു ഇതാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് ഇതൊരു നോൺ ലീനിയർ പാറ്റേണിലും കൂടെ പറയുന്നുണ്ട്. ഒരു എപ്പിസോഡിൽ തന്നെ ചിലപ്പോൾ 3ഉം 4ലും ടൈം ലൈൻസിൽ വരുന്ന കാര്യങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ എൻ്റെ ബുദ്ധിയിൽ എനിക്കിതെല്ലാം കൂടെ കോർത്തിണക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് ചിലപ്പോൾ എൻ്റെ പോരായ്മയായിരിക്കാം. ആകെ മൊത്തത്തിൽ എനിക്കൊരു ആവറേജ് വാച്ചായിട്ട് തോന്നിയതാണ് ഈ വെബ് സീരീസ്. അപ്പോൾ ഇതിൻ്റെ ഒരു മൊത്തത്തിലൊരു കഥ പറയുകയാണെങ്കിൽ, ഈ ഡിണ്ടിഗൽ, മധുരൈ പോലുള്ള ഇതിൻ്റെ ചുറ്റുവട്ടത്ത് വരുന്ന ഒരു കുഗ്രാമം, അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ, അവിടെ അധികം ക്രൈം കേസുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ വീട് കിട്ടുന്ന ഒരു കേസ്, അതൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു തല മാത്രം ഒരാൾ കൊണ്ടുവന്ന് വെട്ടിവെച്ചിട്ടുണ്ട്. അത് എങ്ങനെ വന്നു, ആരുടെ തലയാണ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അന്വേഷണം സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അന്വേഷിച്ച് അത് കേരളത്തിലോട്ട് അതിൻ്റെ അന്വേഷണം പോകുന്നുണ്ട്. ബോംബെ, പാകിസ്ഥാൻ ബന്ധങ്ങൾ, ഇത് അങ്ങനെയൊക്കെ അണ്ടർവേൾഡ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളിലേക്കൊക്കെ പോയി അവസാനം ലോക്കൽ ഗ്രാമങ്ങളിലുണ്ടാകുന്ന കൊലപാതകങ്ങൾ, അങ്ങനെ ഭയങ്കര കണക്ട് ചെയ്ത് അത് അവസാനം ഒരു വേറെ ലെവലിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം. വെബ് സീരീസിലെ ആക്ടേഴ്സിനെ ഒരു മോശം പെർഫോമൻസ് എടുത്ത് പറയത്തക്ക രീതിയിൽ ആരും തന്നെ ഇല്ല. ഇപ്പം നമ്മുടെ അരിഷ്ട്രോ സുരേഷ് ഉണ്ട്, വിജയ് സേതുപതി ഓഫ് കോഴ്സ് മെയിൻ ലീഡ്, അരിഷ്ട്രോ സുരേഷ്, മിലൻ സോമൻ, കളവാണി ഭാസ്കർ, മുത്തുകുമാർ, സിംഗംപുലി. മുത്തുകുമാർ എന്ന് പറയുന്നത് നമ്മുടെ പേട്ടയിൽ രജനീകാന്ത് ഡബിൾ ബാരൽ എടുത്ത് വെടിവെച്ച് കൊല്ലുന്ന ഒരാൾ. പിന്നെ സാർപ്പട്ട പരമ്പരയിൽ ആര്യ ഒരു കത്തിയെടുത്ത് വെട്ടി ഒരുത്തനെ ഇങ്ങനെ ആക്കുമല്ലോ, ആ ചങ്ങാതി. പുള്ളി ഒരു പോലീസ് മെയിൻ സബ് ഇൻസ്പെക്ടറിൻ്റെ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമാണ്. പുള്ളിക്കൊരു ക്യാരക്ടർ ആർക്കുണ്ട്. പുള്ളി ആ ഡീൽ ചെയ്യുന്ന രീതി, ആൾക്കാരെ ഒന്നും തെറി വിളിക്കാതെ, വഴക്ക് പറയാതെ, വളരെ സോഫ്റ്റായി അപ്രോച്ച് ചെയ്ത്, അത് സാധാരണ സിനിമകൾ വ്യത്യസ്തമായിട്ടുള്ള പോലീസ് വേഷങ്ങൾ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതും ഇതിനകത്ത് ആ സംഭവം ഓർഗാനിക്കായിട്ട് വന്നതും നല്ല രസമുണ്ട്. അപ്പോൾ സിംഗം പുലിയും മുത്തുകുമാറും കൂടെ ചേർന്നിട്ടാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ കൊണ്ടുപോകുന്നത്. വിജയ് സേതുപതിയുടെ കഥകൾ മാക്സിമം ഫ്ലാഷ് ബാക്കിലാണ് കൂടുതലും മിക്കതും വരുന്നത്. 90% അങ്ങനെ തന്നെയാണ് വരുന്നത് മൊത്തത്തിൽ. അപ്പോൾ വിജയ് സേതുപതി, പിന്നെ മിലൻ സോമൻ, സുദേവ് നായർ, ഇവരൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊരിക്കലും മിലൻ സോമനെ കൂട്ടാൻ പറ്റില്ല. മിലൻ സോമൻ ഇതിനകത്ത് മരിക്കുന്നൊരു സീനുണ്ട്. വലിയ സസ്പെൻസും കാര്യങ്ങളൊന്നുമില്ല, വരുമ്പോൾ തന്നെ നമുക്കറിയാം ഏതാണ്ട് ഇതിൽ ഏതെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ വെടിതീർന്ന് പോകുന്നുള്ളത്. അതിൽ മിലൻ സോമന് മര്യാദയ്ക്ക് മരിച്ചഭിനയിക്കാൻ പോലും ഇപ്പോഴും ആയിട്ടില്ല എന്നുള്ളതാണ്. മിലൻ സോമനെ കമ്പയർ ചെയ്യുമ്പോൾ സ്ക്രീനിൽ ചാൻസസ് വളരെ കുറച്ച് കിട്ടിയ ഒരാളാണ് അരിഷ്ട്രോ സുരേഷ്. പുള്ളി ക്ലൈമാക്സിൽ വരുന്ന സീനുകളിലാണെങ്കിലും, ഇടയ്ക്ക് വന്ന് പോകുന്ന സീനുകളിലാണെങ്കിലും, പുള്ളി വന്ന് തമിഴും മലയാളവും കൂടെ കലർന്ന് പറയുന്ന സീനിലാണെങ്കിലും പുള്ളിയൊക്കെ വളരെ രസകരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഡ്രോബാക്സും, പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ദൈർഘ്യം, ഇതെല്ലാം കണക്ട് ചെയ്ത് വരുന്നത് ആക്ച്വലി ഒരു സിനിമയായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഡയറക്ഷൻ എനിക്ക് തോന്നുന്നില്ല. പുള്ളിയുടെ ഒരു ജോണർ, എം മണികണ്ഠൻ്റെ ഒരു ജോണറിൽ വരുന്നൊരു സിനിമയല്ല ഇത്. ഇത് കംപ്ലീറ്റ്ലി ഒരു ഡയറക്ഷൻ ഒരു പഴയ രീതിയിലോട്ടായിപ്പോയി. എല്ലാ എപ്പിസോഡും അവസാനിക്കുമ്പോൾ ഒന്നും ഒരു ഫാക്ടർ ഇല്ല. ഓക്കെ, ഒരെണ്ണം കഴിഞ്ഞു, അടുത്തതിലോട്ട് പോകുന്നു. സാധാരണ ഇതുപോലത്തെ വെബ് സീരീസുകളിൽ ഒരു ഹൈ പോയിൻ്റ്, അല്ലെങ്കിൽ അടുത്തതിലേക്ക് പോകാനുള്ളൊരു ഫാക്ടർ നമുക്ക് കിട്ടുന്നത് അത് എൻഡ് ചെയ്യുന്നിടത്ത് എന്തെങ്കിലും ഒരു സസ്പെൻസോ കാര്യങ്ങളോ ഇട്ടിട്ട് വരുമ്പോഴോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടാവും. പക്ഷേ ഇതിനകത്ത് അങ്ങനെ ഒന്നുമില്ല. ഓരോ എപ്പിസോഡും അവസാനിക്കുന്നത് കൂടുതൽ കൺഫ്യൂഷനും
എന്ത് കാര്യം എവിടെ നടന്നു എന്നുള്ളത് നമുക്ക് ആലോചിച്ചെടുക്കും. ഇതൊരു പേപ്പറും പേനയും വേണം. ലിറ്ററലി എന്നെ സംബന്ധിച്ചുള്ള ഒരു പേപ്പറും പേനയും വന്ന് ഓരോ വർഷവും ഇന്ന വർഷത്തിൽ ഇന്ന കാര്യം ചെയ്തു, ഇന്ന വർഷത്തിൽ ഇന്ന ആളായി, ഇയാളെ അവിടെ കണ്ടു, കുമ്പിടിയാണ് കുമ്പിടി, അവിടെയും ഉണ്ടായിരുന്നു ഇവിടെയും ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ എഴുതി വെച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. തീർച്ചയായിട്ടും കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം രേഖപ്പെടുത്തുക. ആകെ മൊത്തത്തിൽ ഒരു നല്ല സിനിമയും വേറൊരു ഡയറക്ടർ കുറച്ചുകൂടെ ഫാസ്റ്റ് കട്ടും കുറച്ചുകൂടെ ഡയറക്ഷണൽ ബ്രില്യൻസും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ, എന്താ പറയുക, അതിൻ്റെ ഒരു ടെക്നിക്കൽ ടീമും കാര്യങ്ങളും ഒക്കെ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിരുന്നെങ്കിൽ ഒരു നല്ല സിനിമയായിട്ട് വരേണ്ടതാണ്. ഇപ്പം മഹാരാജ പോലുള്ളൊരു സിനിമ എടുത്തു കഴിഞ്ഞാൽ അതൊരു പ്രതികാര കഥയാണ്. അതിനെ ഒരു നേർപാതയിൽ പറയാതെ വേറൊരു രീതിയിൽ അപ്രോച്ച് ചെയ്ത് അതിനെ പറഞ്ഞിടത്താണ് അതിൻ്റെ ബ്രില്യൻസ്, അതിൻ്റെ മേക്കിംഗ് ആണ് അതിൻ്റെ ബ്രില്യൻസ്. ഇതും അങ്ങനെ തന്നെ വരുത്താമായിരുന്ന, അങ്ങനെയൊക്കെ ഡയറക്റ്റ് ചെയ്തെടുക്കേണ്ട അത്യാവശ്യം നല്ല പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നൊരു സാധനമായിരുന്നു. പക്ഷേ എടുത്ത് വെറുപ്പിച്ചു എന്നുള്ള രീതിയിലുള്ളൊരു അഭിപ്രായമാണ് എനിക്ക്. സിനിമ കണ്ടവർ തീർച്ചയായിട്ടും വെബ് സീരീസ് കണ്ടവർ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക.